ഹായ് ഫ്രണ്ട്സ്, വീക്കെൻഡ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പൊള്ളാച്ചി റോയൽ ഡെസ്റ്റിനി റിസോർട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാനുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ്. എൻ്റെ പേര് അക്ഷയ, ഇതെൻ്റെ ഹസ്ബൻഡ് ജിജീഷ്, പിന്നെ മോൻ അഥർവ. ഞങ്ങൾ വേദു എന്നാണ് വിളിക്കുക. ഞങ്ങളിപ്പോൾ കോയമ്പത്തൂരാണ് താമസിക്കുന്നത്, ഒണ്ടിപ്പുത്തൂര. ആക്ച്വലി ഞങ്ങളുടെ നാട് പാലക്കാടാണ്, നേറ്റീവ് പാലക്കാടാണ്. ഹസ്ബൻഡ് ഒരു IT എംപ്ലോയി ആണ്. ഞാൻ മെഡിക്കൽ കോഡിങ് ചെയ്തുകൊണ്ടിരുന്നത്, പ്രൊഫഷണൽ മെഡിക്കൽ കോഡിങ്ങാണ്. ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്തിരിക്കുക. മോൻ LKG പഠിക്കുന്നു. ഇതിപ്പോൾ ഒണ്ടിപ്പുത്തൂരിൽ നിന്ന് LNT ബൈപ്പാസിലേക്ക് കയറാം. നമ്മൾ ആദ്യമായിട്ട് വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഒരു ചമ്മലും മടിയും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടാവും ഈ വ്ളോഗിൽ. ഇതിപ്പോൾ ഈച്ചനാരി എത്തി. ഇവിടെ നിന്ന് പൊള്ളാച്ചി പഴനി റോഡിലേക്കാണ് കയറുന്നത്. ഈ റോഡിൻ്റെ പേരൊന്നും അറിയില്ല. സ്ട്രെസ്സൊക്കെ മാറ്റാൻ വല്ലപ്പോഴൊക്കെ ഇതുപോലൊരു ട്രിപ്പൊക്കെ പോകുന്നത് എല്ലാവർക്കും ഒരു രസമായിരിക്കും. ഒരു മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാനും നമുക്ക് എൻജോയ് ചെയ്യാനും പറ്റും. മോന് വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്നാക്സ് കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് ചിപ്സും നുറുക്കില്ല. ഞങ്ങൾക്കും കുറച്ച് ഷെയർ ചെയ്ത് തന്നു. സാധാരണ ഷെയർ ചെയ്യാറില്ല. കുറച്ചൊക്കെ തന്ന് അവൻ ഇങ്ങനെ കഴിച്ച് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ഞങ്ങളിങ്ങനെ പോവുക. ചേട്ടൻ്റെ 2 ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അവിടെ എത്തും, പൊള്ളാച്ചി റിസോർട്ടിലെത്തും. അവർ പാലക്കാട് നിന്നാണ് വരുന്നത്. ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് ദൂര സ്ഥലങ്ങളിലൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റാതെ, അതുകൊണ്ട് അടുത്ത് പ്ലാൻ ചെയ്തേ. അപ്പോൾ ഞങ്ങളൊരു ബ്രേക്ക് എടുക്കാൻ ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. മോൻ ആദ്യം തന്നെ ഒരു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് അവനത് കഴിച്ചു. ഞാനൊരു ലൈം ജ്യൂസ് പറഞ്ഞു. അപ്പോൾ അതും അവൻ കുറച്ച് കുടിച്ചു. അവനത് അത്ര ഇഷ്ടമായില്ല. അവൻ തണുത്ത സാധനങ്ങളൊന്നും കഴിക്കാറില്ല. ചേട്ടൻ ചായ പറഞ്ഞത്. അപ്പോൾ ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. ചായ കുടിച്ചു. അപ്പോൾ അവനൊരു ബിങ്കോ വേണം എന്ന് പറഞ്ഞ് അത് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ നല്ല ചൂടായതുകൊണ്ട് അവിടെ ഇളനീര് കണ്ടു. അപ്പോൾ മോനത് വാങ്ങിച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ആവുമല്ലോ നമ്മൾ യാത്രയിലും കൂടെ ആകുമ്പോൾ. ഞങ്ങൾ നിറയെ വ്ളോഗ്സൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ ഒരാഗ്രഹം ഒന്ന് തുടങ്ങി നോക്കിയാലോ എന്ന്, അങ്ങനെ തുടങ്ങിയതാണ് ഈ ചാനൽ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം. റിസോർട്ടിൽ ചെക്കിങ് ടൈം 2 മണിക്കായതുകൊണ്ട് ഞങ്ങൾ 10:45 കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നല്ല ഇറങ്ങി. ഈ വ്ളോഗ് കാണുന്നവർ ഈ വ്ളോഗ് എങ്ങനെയുണ്ടെന്ന് പറയണം, കമൻറ്റ് ചെയ്യണേ. കാരണം ഇത് ആദ്യത്തെ വ്ളോഗാണ്. അപ്പം എങ്ങനെയുണ്ടെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. പിന്നെ കുറച്ച് സ്നാക്സും 7up ഒക്കെ വാങ്ങാനായിട്ട് ഇവിടെ വണ്ടി നിർത്തി. എത്താനായി ഇനി ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഞാനും ചേട്ടനും തമ്മിൽ ആകെ 2 വയസ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് പേരൊക്കെ വിളിക്കും, അതൊന്നും മൈൻഡ് ചെയ്യരുത്. തെങ്ങിൻ തോട്ടത്തിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ റിസോർട്ട്. ഇത് റിസോർട്ടിൻ്റെ മെയിൻ ഗേറ്റാണ്. നല്ല രസമുണ്ടായിരുന്നു ഈ ഉള്ളിലേക്ക് പോണ വഴി. മോൻ LKG കോയമ്പത്തൂർ പഠിക്കുന്നതുകൊണ്ട് തന്നെ അവൻ തമിഴും മലയാളവും ഇംഗ്ലീഷ് കുറച്ച് വേർഡ്സ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് സംസാരിക്കുക. ചേട്ടൻ്റെ കയ്യിൽ എപ്പോഴും ലാപ്ടോപ്പ് ഉണ്ടാവും. എന്തെങ്കിലും കോൾ വന്ന് കണക്ട് ചെയ്യാനായിട്ടായിരിക്കും. എപ്പോഴും ഈ ബാഗ് നോക്കിയിട്ട് എല്ലാവരെയും പോവാം. ചേട്ടൻ ആൻഡ് ഫാമിലി, ഇവർക്കൊരു മോനാണ് ഉള്ളത്.
ഇത് അജീഷേട്ടൻ, കയ്യിലിരിക്കുന്നത് ബാക്കിൽ നിൽക്കുന്ന അനീഷേട്ടൻ്റെ മോളാണ്. അവൾക്ക് ചെറുതായിട്ട് സുഖമില്ല, പക്ഷെ വോമിറ്റിംഗ് ഒക്കെ ആയിരുന്നു ട്രാവൽ ചെയ്യുമ്പോൾ, അതുകൊണ്ട് കുറച്ച് ഡള്ളായിരിക്കുന്നു. ഇത് അനീഷേട്ടനും സൃജന ചേച്ചി, ഇവർക്ക് 2 പെൺകുട്ടികളാണ്. ഇത് അജയേട്ടൻ്റെ വൈഫ് അശ്വതി ആട്ടോ, ഞാൻ പേര് പറയാൻ വിട്ടുപോയി. ആ സമയത്ത് റിസോർട്ട് ബോയ് വന്ന് ബാഗൊക്കെ എടുത്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ നിൽക്കായിരുന്നു. എന്തൊക്കെയാ തരാം. ID കാർഡൊക്കെ കാണിച്ച് ചെക്ക് ചെയ്യാൻ കുറച്ചൊരു 2 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. അതീന മോൾക്ക് ഇത്തിരി വയ്യ, വോമിറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് അത്ര ഉഷാറില്ല. അവൻ വന്നതും ചോക്ലേറ്റ് കിട്ടി, അപ്പം അവൻ അത് കഴിക്കാനുള്ള പ്ലാനിങ്ങില്ല. എത്തിയതും ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു. മൂന്ന് റൂംസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റായി, 2 മണിയായി. കുഞ്ഞുമോൾക്ക് ഫുഡ് കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ വെളിയിൽ നിന്ന് പോയി ലഞ്ച് കഴിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. ഇങ്ങനെ അടുപ്പിച്ചു ഇതാണ് റൂം, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. കുഴപ്പമില്ല, ക്ലീൻ ആയിട്ടുണ്ട്, കുഴപ്പമില്ല, രസമുണ്ടായിരുന്നു. ഇത് AC റൂമാണ് കേട്ടോ. കുട്ടികൾ വന്നതും പ്ലേ ഏരിയയിൽ തന്നെയായിരുന്നു. അവർക്ക് ഇങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, പാർക്ക് പോലെ തന്നെ ഉണ്ടല്ലോ കാണാൻ. നല്ല വെയിലത്താണ് കളിക്കുന്നത്, നല്ല ചൂടുണ്ട്. ഇതിലൊക്കെ സ്ലൈഡിലൊക്കെ തൊടുമ്പോൾ അവർക്കതൊരു പ്രശ്നമേ അല്ല, എന്നിട്ട് ഫുൾ കളിയായിരുന്നു. ഫുട്ബോളായതോ ചൂടല്ലേ? താക്കോലുണ്ടോ? വൈകുന്നേരം സുഖമായി കളിക്കണം, വെയിലൊക്കെ തന്നിട്ട് നല്ല ചൂടല്ല അതിലും. ലഞ്ച് കഴിക്കാൻ ഞങ്ങൾ പുറത്തേക്ക് പോവാം. പൊള്ളാച്ചി സുങ്കം എന്ന് പറയുന്ന സ്ഥലത്ത് താജ് ബിരിയാണി കുറച്ച് ഫേമസാണ്, വ്ളോഗേഴ്സും എല്ലാം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെ എത്തിയത്. കുഴപ്പമില്ല, ഒരു ഓല മേഞ്ഞൊരു കുടിൽ പോലെ ചെറിയ സെറ്റപ്പാണ്, വലിയ കുഴപ്പമില്ല, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെയും പാലക്കാട് എണ്ണമ്പാറ ബിരിയാണി കുറച്ചുകൂടെ ബെറ്ററാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീലായി. കൈ കഴിയാ
ഞങ്ങൾ കഴിക്കുമ്പോൾ തന്നെ ഒരു 2:30 2:45 ആയി. എല്ലാവർക്കും നല്ല വിശപ്പായി, പിന്നെ നല്ല ചൂടും. ഓ ഇല്ല ഇല്ല വേദു ഇതാ വണ്ടിയിൽ വരണോ ഈ വണ്ടിയിലാ ഓക്കെ എന്നാ കേറി ലഞ്ച് കഴിഞ്ഞ് വന്നതും ബോയ്സ് ക്രിക്കറ്റ് കളി, ഷട്ടിൽ കളി, അങ്ങനെ അവർ അതിൽ എൻഗേജ്ഡായി. പിന്നെ കുട്ടികൾ പ്ലേ ഏരിയയിൽ തന്നെയാണ് ഫുൾ. പിന്നെ കളി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒന്ന് കൂടി സംസാരിച്ചിരുന്നു. പിന്നെ ഓരോന്ന് മിണ്ടിയും പറഞ്ഞും വിശേഷങ്ങളൊക്കെ പറഞ്ഞും ഇല്ലിരുന്നു. പിന്നെ ചെറുതായിട്ട് വെള്ളമൊക്കെ അടിച്ചും, പല വെള്ളങ്ങൾ അത് നിങ്ങൾ ഉദ്ദേശിച്ചെടുത്താൽ മതി. പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ കണക്ട് ചെയ്ത് പാട്ടൊക്കെ കേൾച്ച് ഇങ്ങനെ ചില്ല് ചെയ്തിരുന്നു. പിന്നെ മക്കൾ ഇടയ്ക്ക് വരും, അവരുടെ സ്നാക്സ് എന്തെങ്കിലും എടുത്ത് കഴിച്ചിട്ട് പോവും. ഫുൾ പ്ലേ ഏരിയയിൽ തന്നെ ആയിരുന്നു. ഞങ്ങളെ പക്കൽ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാനുള്ള ടൈം കിട്ടി. പൂളിൻ്റെ റൈറ്റ് സൈഡായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈവനിങ് സ്നാക്സ്, പാനിപ്പൂരി, ബേൽപൂരി, കോൺ അങ്ങനെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളത് ട്രൈ ചെയ്യാൻ പോയി. പാനിപ്പൂരി അത്രയ്ക്ക് കൊള്ളില്ല. ബേൽപൂരിയിലാണെങ്കിൽ ഫുൾ ബീട്രൂട്ട് നിറച്ചിരിക്കുകയായിരുന്നു, വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പൂളിലേക്ക് കളിക്കാൻ പോയി. ബോൾ കളിച്ചു, കുട്ടികൾ ഫുൾ കളിയായിരുന്നു അവിടെ. നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ രാത്രി 7-7:30 ആയി. അതിന്ന് വെളിയിൽ വരുമ്പോഴേക്കും സമയമായി, ടൈം എടുത്തു. വീട്ടിൻ്റെ സ്കൂളിൽ സ്വിമ്മിങ് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ ആ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഉണ്ട്. അവന് ഭയങ്കര ഇഷ്ടമായി പൂളിൽ കളിക്കുന്നത്. കുറേ നേരം കളിച്ചു, 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഞങ്ങൾ കളിച്ചു. കുട്ടികൾക്കൊരു സെക്ഷൻ, വലിയവർക്ക് വേറൊരു സെക്ഷൻ. ഞങ്ങൾ ബോൾ കളിച്ചു, അവർ അവരുടേതായ കളി ബോളും അങ്ങനെ കളിച്ചു കുറേ നേരം ഇരുന്ന് എൻജോയ് ചെയ്തു. എനിക്കും ചേട്ടനൊന്നും നീന്തലറിയില്ല, അതുകൊണ്ട് തന്നെ മോനെ നീന്തൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അറിയണമല്ലോ ഫാമിലിയിൽ. വേദു വേദു പൂളിൽ കളിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നൈറ്റ് വ്യൂവിൻ്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ ഇടാം. പൂളിൽ കളിച്ച് കഴിഞ്ഞിട്ട് റെയിൻ ഡാൻസിനൊരു സെക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയിട്ടായിരുന്നു അടുത്ത കളി. ഫുൾ മഴ പോലെ, അത് നല്ല രസമുണ്ടായിരുന്നു. അതിലൊരുപാട് നേരം ഒരു 1/2 മണിക്കൂറോളം അവിടെ ടൈം പോയി. റെയിൻ ഡാൻസിൻ്റെ ഇടയിൽ ചേട്ടനും ആ ചേട്ടനും കൂടെ പുഷപ്പിൻ്റെ ചാലഞ്ചായിരുന്നു. 50 പുഷപ്സാണ് വെച്ചത്. പിന്നെ റൂമിൽ പോയി എല്ലാവരും ഒന്ന് ഫ്രഷായി, എന്നിട്ട് ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയതാണ്. റിസോർട്ടിലെ ഫുഡൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ്. ഒരു പൊറോട്ടയ്ക്ക് തന്നെ 70, ചപ്പാത്തിക്ക് 70 രൂപ അങ്ങനെയൊക്കെയാണ്. ഒരു ബിരിയാണിക്കൊക്കെ 350 രൂപയുണ്ട്. അപ്പോൾ ഞങ്ങൾ വെളിയിൽ പോയി റോസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ പൊടി ദോശ കഴിച്ചു, ഞാൻ റോസ്റ്റ് കഴിച്ചു. പിന്നെ കുറച്ച് കുത്തു പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ കഴിച്ചു. പിന്നെ എല്ലാവരും ഓംപ്ലേറ്റൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ രാത്രി റിസോർട്ടിലെത്തി കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ 12 മണിയൊക്കെ ആയി കിടക്കുമ്പോൾ. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അടുത്ത ദിവസത്തെ നെക്സ്റ്റ് വ്ലോഗിൽ വരുന്നതായിരിക്കും.